കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത് ആരാണ്? Thank you so much. And അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക ഭദ്രത ക്വസ്റ്റ്യൻ നമ്പർ 2. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് കോൺഷ്യസ് ആരാണ്? ബ്രാൻഡഡ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? അമ്മലൊരു പുഞ്ചിരിയോടെ അതും ഞാൻ തന്നെയാണ്. അപ്പൊ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇത് നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാവിലെ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്നത് ആരാണ്? അതും അമലാണ്. അങ്ങനെ പോയിന്റ്സ് സ്കോർ ചെയ്തുകൊണ്ട് അമൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആർക്കാണ്? ലേസി വൺ. അതില് മാത്രം നമ്മുടെ സജ്ജന സ്കോർ ചെയ്തിരിക്കുന്നു. സൂപ്പർ. ഇനി ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ളത് ആരാണ്? അതും സജ്ജന തന്നെ, സജ്ജന തന്നെ, സജ്ജന തന്നെ. ഇനി ഏറ്റവും കൂടുതൽ സംസാര പ്രിയൻ അല്ലെങ്കിൽ പ്രിയ ആരാണ്? സജിന, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊള്ളാം. എന്തായാലും രണ്ടുപേരും നല്ല സംസാരപ്രിയരാണ്. ഇനി ഭക്ഷണപ്രിയൻ അല്ലെങ്കിൽ പ്രിയ ആരാണ്? അമല് പറയുന്നത് ഞാനാണെന്ന്, സജിന പറയുന്നത് സജിന അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? കൊള്ളാം. നല്ലൊരു കൈ. എന്റെ ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ. അത് കൊള്ളാം. ഇനി ഏറ്റവും കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഓൺ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? 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 തിരിഞ്ഞു വയ്ക്കേ, അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ. സൂപ്പർ. ഇനി ദ കൺഫ്യൂസ്ഡ് സോൾ, ഏത് സമയം കൺഫ്യൂഷൻ ഉള്ളത്, എന്തിലും ആയിക്കോട്ടെ കൺഫ്യൂഷൻ കൂടുതലുള്ളത് ആർക്കാണ്? അതിന് സജിനയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കോപ്പി അടിക്കേണ്ടി വന്നു. എന്തായാലും കൊള്ളാം. നല്ലൊരു ഐഡിയ എടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ഇൻട്രിഗേറ്റ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ദ റൊമാൻറ്റിക് വൺ ആരാണ്? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നത് തന്നെ വലിയ കാര്യം അല്ലേ? സൂപ്പർ. ഇനി എവിടെ പോയാലും ലേറ്റ് ആയിട്ട് വരുന്നത് ആരാണ്? അമലെ പേടിക്കണ്ട, അമലെ ധൈര്യമായിട്ട് ധൈര്യമായിക്കോ അമലെ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. ആ ചോദ്യത്തിന് അമലിനെ പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല ഉത്തരം. അത് നീ ആണോ എന്ന് അപ്പൊ അറിയില്ലാത്തത് കൊണ്ടാട്ടോ. അപ്പൊ അറിയില്ല, ഞാൻ നേരത്തെ മുതൽ അങ്ങനെ ശരിയായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ക്ലെൻലിനെസ് ഫ്രീക്ക്, എല്ലാം വളരെ അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധമുള്ളത് ആർക്കാണ്? അത് നമ്മുടെ അമലിനാണ്. ഇനി ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളത് ആരാണ്? സജിനയാണെന്നാണ് അമല് പറഞ്ഞിരിക്കുന്നത്. അമല് അപ്പൊ എന്തായാലും കൊള്ളാം, രണ്ടുപേരും അടിപൊളി. ഇനി മെച്യൂർഡ് ആയിട്ടുള്ളത് ആരാണ്? അതിലൊരു സംശയമില്ല, വളരെ യുനാനിമസ് ആയിട്ടുള്ള ആൻസർ ആണ്. അടിപൊളി. അടുത്ത ചോദ്യം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ് എല്ലാം മറക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ആരാണ്? അത് ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയി. താങ്ക് യു. നല്ല അടിപൊളിയായിട്ടല്ലേ ഇവര് കളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്തോ പറഞ്ഞു, എന്തോ ഇവിടെ പറഞ്ഞു കേട്ടോ, എനിക്ക് കേൾക്കാൻ ഒത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചോർത്തി തന്നേനെ. ഇനി ഉറക്കെ ചിരിക്കുന്നത് ആരാണ്? രണ്ടുപേരുണ്ടോ?